2014 മാർച്ച് 8 227 യാത്രക്കാർ 12 ക്യാബിൻ ക്രൂ അങ്ങനെ ആകെ 239 യാത്രക്കാരുമായി മലേഷ്യൻ എയർലൈൻസ് MH370 എന്ന വിമാനം കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുലർച്ചെ 12:42 പറന്നുയർന്നു. 5 മണിക്കൂർ 34 മിനിറ്റ് നീണ്ട യാത്രയ്ക്ക് ശേഷം രാവിലെ 6:30 ബെയ്ജിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തേണ്ടിയിരുന്ന വിമാനം പക്ഷേ എത്തിയില്ല. പറന്നുയർന്ന് അരമണിക്കൂറിന് ശേഷം എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട വിമാനം മലേഷ്യ വിയറ്റ്നാം വ്യോമാതിർത്തിയിൽ വെച്ച് പൊടുന്നനെ അപ്രത്യക്ഷമായി. തൊട്ടടുത്ത ദിവസം മലേഷ്യൻ ആർമി റഡാറിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വന്നു. എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിന് ശേഷം വിമാനം ഒരു യു-ടേൺ എടുത്തുവെന്നും തിരിച്ച് മലേഷ്യയുടെ ഭാഗത്തേക്ക് തന്നെ സഞ്ചരിച്ചുവെന്നുമാണ് വെളിപ്പെടുത്തൽ വന്നത്. അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളുള്ള ബോയിങ് 777 വിമാനമായ MH370 എങ്ങനെയാണ് ഒരു ദിവസം അർദ്ധരാത്രി പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത്? വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ സംഭവമായി MH370യുടെ തിരോധാനം മാറി. വളരെയേറെ ദുരൂഹമായ ഈ സംഭവത്തെക്കുറിച്ചൊരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.